ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ പതിവ് പോലെ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാംഗ്ലൂരിൽ നിന്നും ബസ് എടുക്കുമ്പോൾ 9 മണിയായി. സിംഗിൾ സ്ലീപ്പർ സീറ്റാണ് അവൾ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് സമാധാനമായി കിടക്കാം. നന്ദ കുറച്ചു നേരം പാട്ട് കേട്ട് കിടന്നു, മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നുകൊണ്ടിരുന്നു. എന്നാലും അവൻ അറിയാതെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അളകനന്ദ, എല്ലാവരും നന്ദ എന്ന് വിളിക്കും. നാട്ടിൽ കാലിക്കറ്റാണ്. അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയേർഡ്. സ്വസ്ഥം ഗൃഹഭരണം. ഒരനിയനുണ്ട്, നന്ദു, CA സ്റ്റുഡൻ്റാണ്. നന്ദ PG പഠിച്ചത് ബാംഗ്ലൂരാണ്. പഠിച്ചു കഴിഞ്ഞ ഉടനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോലി കിട്ടി. ഇപ്പോൾ 3 വർഷമായി ബാംഗ്ലൂർ ജോലി ചെയ്യുന്നതും. കഴിഞ്ഞ വർഷമാണ് യദു അവളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്, അവളുടെ ടീമിൽ. കാണാൻ ചുള്ളൻ, ആർക്കും ഇഷ്ടമാകുന്ന സ്വഭാവം, നന്നായി സംസാരിക്കും. ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അവർ നല്ല ഫ്രണ്ട്സായി. അവൾക്ക് അവനോടൊരു സീക്രട്ട് ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ മൂക്കും കുത്തി വീണുപോയി. കഴിഞ്ഞ 1 വർഷം അവർ അടിച്ചു പൊളിച്ചു, നന്നായി എൻജോയ് ചെയ്തു. അവൾ ഒരുപാട് സ്വപ്നം കണ്ടു. ഇടയ്ക്കൊക്കെ അവൻ്റെ സ്വഭാവത്തിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയെങ്കിലും തോന്നലാവുമെന്ന് കരുതി വിട്ടുകളഞ്ഞു. കഴിഞ്ഞ മാസമാണ് അവൻ റിയയെ പരിചയപ്പെടുത്തിയത്. അവൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അവരുടെ ഇടപെടലിൽ അവൾക്ക് ചെറിയൊരു വശപ്പിശക് തോന്നി. എങ്കിലും തോന്നലാകുമെന്ന് കരുതി വിട്ടുകളഞ്ഞു. പിന്നെ മനസ്സിലായി അവർക്കിപ്പോഴും ആ കണക്ഷനുണ്ട്. നാട്ടിൽ പോയി എന്ന് പറഞ്ഞ അവനെ ഇവിടെ മോളിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. കൂടെ അവൻ്റെ കയ്യിൽ തൂങ്ങി റിയയും. കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നവൾക്കറിയില്ലായിരുന്നു. പിന്നെ അവൻ്റെ മുമ്പിലേക്ക് ചെല്ലാതെ ഫോൺ എടുത്ത് അവനെ വിളിച്ചു. സാധാരണ പോലെ സംസാരിച്ചു. ഒരു കൂസലുമില്ലാതെ അവൻ കള്ളം പറഞ്ഞു അവൻ നാട്ടിലാണെന്ന്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. അവൻ വിളറിപ്പോയി. അവൻ്റെ മോന്തയ്ക്കൊന്ന് പൊട്ടിച്ചു. ഗുഡ് ബൈ പറഞ്ഞിറങ്ങി. അവൾ ആകെ തകർന്നു പോയി. അത്രയും വിശ്വസിച്ചിരുന്നു അവനെ. ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. ഓഫീസിലാണെങ്കിൽ അവനെ ഫേസ് ചെയ്യേണ്ടി വരും. അവളുടെ ബോസ് ദീപ അവളുടെ ഫ്രണ്ടാണ്. അവൾ ബോസിനോട് കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ച ലീവ് കിട്ടി. പിന്നെ 1 മാസം വർക്ക് ഫ്രം ഹോമും. ഏതോ റെസിഗ്നേഷൻ ഇട്ടു എന്ന് പിന്നീട് അറിഞ്ഞു. അവനിനി തന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ അവനെ കാണണ്ട. മനസ്സൊന്ന് ശാന്തമാക്കാൻ വീട്ടിൽ പോയി നിൽക്കുന്നതാണ് ബെസ്റ്റ്. 1 മാസം നിൽക്കുമ്പോൾ അമ്മ എന്തായാലും ചോദിക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. പിന്നെ താൻ മൂഡ് ഓഫ് ആണെങ്കിൽ അമ്മ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. പിന്നെ നന്ദു ഉണ്ട്. അവൻ എക്സാം കഴിഞ്ഞ് ഫ്രീ ആണെന്ന് തോന്നുന്നു. തൻ്റെ അഫെയറിൻ്റെ കാര്യം അവനോട് മാത്രം സൂചിപ്പിച്ചിരുന്നു. അമ്മയ്ക്കറിയില്ല. നന്ദുവാണ് അവളുടെ ക്രൈം പാർട്ട്ണർ. എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് അവനെയാണ്. അവന് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവൻ ഫ്രീ ആണെങ്കിൽ അവനെയും കൂട്ടി എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. മനസ്സൊന്ന് റിലാക്സ്ഡ് ആകും. അവളുടെ സാലറി കൊണ്ട് അവളൊരു ബുള്ളറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു അവന്. അവനെ ഒന്ന് വിളിച്ചാലോ? ബ്രേക്കപ്പിൻ്റെ കാര്യം അവനോട് പറഞ്ഞില്ല. അവനും വിഷമമാകും. പക്ഷേ അവനോട് മറച്ചു വെക്കാൻ കഴിയില്ല. പറഞ്ഞേക്കാം. അവൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ടും ഇതിൽ ആവശ്യമാണ്. അവൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു. ഡാ, ഞാൻ നാട്ടിലോട്ട് വരുവാ, ഇവിടുന്ന് കയറി. ഓ ഓക്കെ ഡി, രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വരുമോ? ഞാൻ വിളിക്കാം അവിടെ എത്തുമ്പോൾ. ആ ഡി, ഞാൻ വരാം. എന്ത് പറ്റി പെട്ടെന്ന്? അവിടെ ഹോളിഡേയ്സ് വല്ലതുമാണോ? സാധാരണ ഞാൻ നാട്ടിൽ വരാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. അതാണ് അവൻ അങ്ങനെ ചോദിച്ചത്. അവനേക്കാളും 2 വയസ്സ് മൂത്തതാണെങ്കിലും അവൻ എന്നെ ഡി എന്ന് വിളിക്കാറ്. അമ്മ ചിലപ്പോൾ വഴക്ക് പറയും. പക്ഷേ എനിക്കും അതാണിഷ്ടം. അല്ലടാ, അറിയാതെ എൻ്റെ സ്വരം ഇടറി. എന്താടി ഇനി ഇഷ്യൂ? അവൻ പെട്ടെന്ന് അലേർട്ടായി. അവൻ്റെ സ്വരത്തിൽ ഇടർച്ച അവന് മനസ്സിലായി. അവനോട് പറയാൻ ഞാനൊന്ന് മടിച്ചു. എന്താടി?
ഒന്നുമില്ലടാ, ഞാനൊരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതി. വർക്ക് ഫ്രം ഹോം. നെക്സ്റ്റ് 1 മന്ത് ഞാൻ വീട്ടിലുണ്ടാവും. അവന് മനസ്സിലായി എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. സാധാരണ അമ്മ നിർബന്ധിക്കുമ്പോൾ ആണ് ഞാൻ നാട്ടിൽ വരാറുള്ളത്. അല്ലെങ്കിൽ യദുവിൻ്റെ കൂടെ അവിടെ കറങ്ങി നടക്കും. ഞാൻ 1 മാസം വന്ന് നിൽക്കണമെങ്കിൽ. എന്താടി എനി ഇഷ്യൂസ്? കാര്യം പറ, നീ ടെൻഷനാക്കാതെ. ഇനി അവനോട് ഒളിച്ചിട്ട് കാര്യമില്ല. എടാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ യദു അവൻ ചീറ്റ് ചെയ്തടാ. അവന് വേറെ അഫെയറുണ്ട്. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾ ബ്രേക്കപ്പായി. എൻ്റെ സ്വരം ഇടറി. ആദ്യം അവനൊന്ന് അമ്പരന്നു. ഇറ്റ്സ് ഓക്കെ ഡി, വിട്ടുകളാ, കൂൾ. പോട്ടേടി, രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. തലയിലായില്ലല്ലോ. ഡോൺ വറീഡി, നീ ഇങ്ങി വാ, നമുക്ക് ശരിയാക്കാം. അവൻ എന്നെ ആശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പാവം, അവന് വിഷമമായി എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സ് വിഷമിച്ചാൽ അവന് താങ്ങാനാവില്ല. ഞാനിപ്പോൾ ഓക്കെ ആടാ, നീ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. ഇല്ലടി, നമുക്കത് ഡീൽ ചെയ്യാം. നീ ഇങ്ങി വാ. പിന്നെ നീ ഫ്രീ ആണോ നെക്സ്റ്റ് വീക്ക്? നമുക്ക് എവിടെയെങ്കിലും ഒരു റൈഡ് അടിച്ചാലോ? എനിക്കൊന്ന് റിലാക്സ് ആകാമായിരുന്നു. ഓക്കെ ഡി, എക്സാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. എവിടെ വേണേലും പോകാം. നീ ഇങ്ങി വാ, നമുക്ക് പ്ലാൻ ചെയ്യാം. അവനോട് സംസാരിച്ച് വെച്ചപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. ഞാൻ അല്പം റിലാക്സ്ഡായി. എന്ത് സ്നേഹം എന്നോട്. എൻ്റെ മനസ്സ് നിറഞ്ഞു. മതി, എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഒരു ഉപാധിയും വെക്കാതെ എനിക്കത് മതി. ഫോൺ വീണ്ടും റിങ് ചെയ്തു. നോക്കുമ്പോൾ നന്ദുവാണ്. പാവം, ടെൻഷനായി കാണും. വീണ്ടും വിളിക്കുവാണ്. എന്താടാ? ഡീ, നീ ടെൻഷൻ ആവേണ്ട കേട്ടോ. അവൻ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വീണ്ടും ഒരു കുഴപ്പവും ഇല്ലടാ, എനിക്ക് നിങ്ങളെല്ലാം ഉണ്ടല്ലോ. ഐ ആം ടോട്ടലി ഓൾറൈറ്റ് ഡാ, ഡോൺ വറി. ഞാൻ അവനെ സമാധാനിപ്പിച്ചു. എന്തായാലും അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ചൊന്ന് റിലാക്സ്ഡായി. അവൻ പറഞ്ഞതുപോലെ തലയിലായില്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കാം. എന്തായാലും ഞാൻ സമാധാനമായി ഉറങ്ങി. ബസ് സമയത്ത് തന്നെ നാട്ടിലെത്തി. ഞാൻ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി. നല്ല മഴ പെയ്ത് തണുത്ത അന്തരീക്ഷം. നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഫീൽ, അതൊരു സുഖം തന്നെയാണ്. പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കറിയാം ആ സുഖം. നന്ദു ഓൾറെഡി എത്തിയിരുന്നു. അവൻ്റെ മുഖത്തൊരു ടെൻഷനുണ്ട് ഇപ്പോഴും. അത് ശരി, ഇപ്പോൾ കണ്ടാൽ തോന്നും നീയാണ് ബ്രേക്കപ്പ് ആയതെന്ന്. ഞാൻ കളിയാക്കി. പോടി, ഞാൻ കൂളാണെന്ന് കണ്ട് അവൻ സമാധാനത്തോടെ പുഞ്ചിരിച്ചു. നീ അങ്ങ് ജിമ്മനായല്ലോടാ. അവനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസമുണ്ട് അവൻ്റെ ബോഡിയിൽ. ചെക്കൻ നല്ല ചുള്ളനായിട്ടുണ്ട്. നല്ല ഉറച്ച ബോഡിയാണ് അവന്. 6 അടിയുണ്ട് ഉയരം. ഒതുങ്ങിയ ശരീരം. കണ്ടാൽ ഒരു സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ഛായയൊക്കെ ഉണ്ട്. ഡാ, അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട, വെറുതെ ടെൻഷൻ അടിക്കും. അവൻ്റെ കൂടെ കാറിലിരിക്കുമ്പോൾ അവൾ പറഞ്ഞു. ഓക്കെ ഡി, അമ്മ ഒരു ടെൻഷൻ പാർട്ടിയാണ്, അത് അവനും അറിയാം. ഓഫീസ് ഷിഫ്റ്റിംഗ് ആണെന്ന് വല്ലതും പറയാം. അതുകൊണ്ട് ഒരു 1 മന്ത് വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയാം. ഡി, അത് മതി. പിന്നെ ഞാൻ ഫ്രീ ആണ് കേട്ടോ, എവിടെ വേണേലും പോകാം. അത് പ്ലാൻ ചെയ്യാടാ. എല്ലാവരെയും കൂട്ടി പോയാലോ? അമ്മയ്ക്ക് വരണമെന്നുണ്ടാവും. ഞാനൊന്ന് ആലോചിച്ചു. അത് വേണ്ട, അമ്മ വന്നാൽ എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വെക്കും. അത് വേണ്ടടാ, നമുക്കൊരു ബാച്ചിലേഴ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഞാൻ കണ്ണിറുക്കി. ഓക്കെ, ട്രിപ്പാണെന്ന് പറയണ്ടടാ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. അമ്മയ്ക്ക് ചില ഡൗട്ട് അടിക്കും. പിന്നെ അതിനെല്ലാം എക്സ്പ്ലനേഷൻ കൊടുക്കണം. പിന്നെന്തു പറയും? ഞാൻ ആലോചിച്ചു. 2 പേർക്കും ഒരുമിച്ച് മുങ്ങുകയും വേണം. എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞാലോ? ഒരു 1 വീക്ക്. നീ ഫ്രീ ആണല്ലോ അല്ലേ? ഓക്കെ ഡി, അത് മതി. ഞാൻ ഫ്രീ ആണ്. പിന്നെ എൻ്റെ കാര്യം നീ പറഞ്ഞ് സമ്മതിപ്പിച്ചോണം അമ്മയെ. അത് ഞാൻ ഏറ്റു. നിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയാം, അത് പ്രശ്നമില്ല. വീട്ടിലെത്തിയ ഞാൻ 1-2 ദിവസം നല്ല റെസ്റ്റ് എടുത്തു. നന്നായി എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. എല്ലാം മറന്നു കിടന്നുറങ്ങി. മൂഡ് ഓഫ് ആകുമ്പോൾ ചിലപ്പോൾ തന്നെ ഇരുന്ന് കരഞ്ഞു.
ആ മൂഡ് ചേഞ്ച് ചെയ്യാൻ രാത്രികളിൽ നന്ദുവിനെ കൂടെ ഇരുന്ന് തമാശകൾ പറഞ്ഞു. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് കഥകൾ പറഞ്ഞ് കളിയാക്കി. കൂടെ ട്രെയിനിങ്ങിൻ്റെ കാര്യം ഞാൻ നൈസായി അവതരിപ്പിച്ചു. അമ്മേ, എനിക്കൊരു ട്രെയിനിങ് ഉണ്ട് കൊച്ചിയിൽ, 5 days ഉണ്ട്. അതാ ഞാൻ വന്നത്. പിന്നെ നന്ദുവിനെ എൻ്റെ കൂടെ വിടുമോ? അവനുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. അതിനെന്താ, അവൻ ഫ്രീ ആണല്ലോ, എക്സാം കഴിഞ്ഞല്ലോ. അച്ഛൻ ഫുൾ സപ്പോർട്ട്. ഒരാഴ്ചയോ? നന്ദു നെറ്റിച്ചൊളിച്ചു. അവൻ്റെ ഭാവാഭിനയം കണ്ട് ഞാൻ കണ്ണുരുട്ടി. അതിനെന്താ, സാറിന് റിസൾട്ട് വന്നിട്ട് പഠിച്ചാൽ മതിയല്ലോ. അച്ഛൻ അവനെ കളിയാക്കി. എന്നാ പോവേണ്ടത്? മറ്റന്നാൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പോവേണ്ട സ്ഥലം ഇനിയും ഫിക്സ് ചെയ്തിട്ടില്ല. അന്ന് വൈകുന്നേരം ഞാൻ അവനെയും കൂട്ടി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ. എവിടേക്കാ? ഇറങ്ങിയപ്പോൾ അവൻ ചോദിച്ചു. നമുക്ക് പോയി ഒരു ചായ കുടിച്ച് വരാം. പിന്നെ നമുക്കൊരു പ്ലേസ് ഫിക്സ് ചെയ്യണ്ടേ? മറ്റന്നാൾ പോകണം എന്ന് ഞാൻ പറഞ്ഞു പോയി. 1 week ഉണ്ടല്ലോ, വേണമെങ്കിൽ ഊട്ടി പോകാം. 160 kilometer ഉണ്ട്. പിന്നെ ഒരു റൈഡും ആകും. ഞാനൊന്ന് ആലോചിച്ചു. അത് വേണ്ടടാ. ഒന്നാമത് നമ്മൾ നുണ പറഞ്ഞാണ് പോകുന്നത്. അത് അത്യാവശ്യം ദൂരമുണ്ട്. കുറച്ചുകൂടി അടുത്ത്. എന്നാൽ വയനാട് വിട്ടാലോ? ഞാനൊന്ന് ആലോചിച്ചു. കുറച്ച് പീസ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് നേച്ചറൊക്കെ വലിയ ഇഷ്ടമാണ്. ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻഡാ. അത് മതി. ഓക്കെ അങ്ങനെയാണെങ്കിൽ ശ്യാമിൻ്റെ റിലേറ്റീവിന് അവിടെ ഒരു റിസോർട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയിരുന്നു. അവൻ പറഞ്ഞിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് അടിച്ച കാര്യം. ശ്യാം അവൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ ഫാമിലി എല്ലാം ബിസിനസ്സുകാരാണ്. അത് നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. അവൾ ഫോട്ടോസ് കണ്ടിരുന്നു. പക്ഷേ അത് സ്റ്റാർ റേറ്റഡ് അല്ലേടാ. അവിടെ നല്ല റേറ്റ് ആവില്ലേ? ഇല്ലടി, അവനോട് പറഞ്ഞാൽ 50% ഡിസ്കൗണ്ട് എങ്കിലും വാങ്ങിത്തരും. അവൻ പറഞ്ഞിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന്. എന്നാൽ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഞങ്ങൾ ചായ കുടിക്കുന്നതിനിടയിൽ തന്നെ അവനെ വിളിച്ചു. അതിനെന്താടാ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, ഡിസ്കൗണ്ട് ചെയ്ത് തരും. ശ്യാം ഉടനെ ഓക്കെ പറഞ്ഞു. അവൻ നമ്പർ അയച്ചു കൊടുത്തു. രാത്രി നന്ദു റൂമിലേക്ക് വന്നു. ഞാൻ റിസോർട്ടിൽ വിളിച്ചിരുന്നു, റൂംസ് ഉണ്ട്. ഇപ്പോൾ സീസൺ അല്ലല്ലോ. ഞാൻ പതുക്കെ എന്ന് ആംഗ്യം കാണിച്ചു. അമ്മ അപ്പുറത്തെങ്ങാനും ഉണ്ടോ എന്ന് തല എത്തിച്ച് നോക്കി. അവൻ കിച്ചണിലാണെന്ന് ആംഗ്യം കാണിച്ചു. പിന്നെ അവർ ബില്ല് തരില്ല. അതാകുമ്പോൾ ടാക്സ് വരില്ലല്ലോ. ദാറ്റ്സ് ഫൈൻ, ബില്ല് വേണ്ട. പിന്നെ റേറ്റ് 12,000-ൻ്റെയും 8,000-ൻ്റെയും റൂംസ് ഉണ്ട്. 50% ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററിയാ. പിന്നെ 6,000, 4,500 റേഞ്ച് റൂംസും ഉണ്ട്. ഏതാ പറയണ്ടേ? ഞാനൊന്ന് ആലോചിച്ചു. നല്ല റൂം തന്നെ എടുക്കാം. 5-6 ദിവസം കഴിഞ്ഞ് എടുത്താലും ഡിസ്കൗണ്ട് കഴിഞ്ഞ് 20,000 ആകത്തേ ഉള്ളൂ. കുഴപ്പമില്ല. പിന്നെ ഫുഡും ട്രാവലും എല്ലാം കൂടെ ഒരു 30,000-ൽ തീരും. പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കാശ്? പിന്നെ നന്ദുവിനും ഒരു റിലാക്സേഷൻ ആവും. എക്സാം കഴിഞ്ഞിരിക്കുന്നതല്ലേ. ഓക്കേടാ, 8,000-ൻ്റെ ബുക്ക് ചെയ്തോ? അഡ്വാൻസ് വല്ലതും കൊടുക്കണോ? വേണ്ടടി. അങ്ങനെ അവൻ റൂം ബുക്ക് ചെയ്തു. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഒരു റൂം മതിയോ? അത് മതി. തനിയെ ആകുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരും. അവനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും മനസ്സിലേക്ക് വരില്ല. അവൾ റിസോർട്ടിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കി. നല്ല പ്രോപ്പർട്ടിയാണ്. വലിപ്പമുള്ള റൂംസാണ്. പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്. നല്ല പോർച്ച് സെറ്റപ്പാണ്. നല്ല വലിപ്പമുള്ള വാഷ്റൂംസ്, ബാത്ത് ടബ് ഉണ്ട്. പൂളും ഉണ്ട്. പിന്നെ സ്പാ ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്യണം. അടുത്ത ദിവസം ഞങ്ങൾ പുലർച്ചെ തന്നെ ഇറങ്ങി. റോഡ് ഫ്രീ ആയിരിക്കും ഏർലി മോർണിംഗ് ആണെങ്കിൽ. അച്ഛൻ കാർ എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് കാർ എടുത്താണ് പോകുന്നത്. 70 kilometer ഉണ്ട്. 2-2.5 മണിക്കൂർ എടുക്കും. ഇടയ്ക്കിറങ്ങി ചായ കുടിച്ചു.
നല്ല തണുപ്പുണ്ട്. ചൂട് ചായ ഊതി കുടിക്കാൻ നല്ല സുഖം. ഞാൻ നന്ദുവിനെ നോക്കി. അവൻ ചായ ആസ്വദിച്ച് കുടിക്കുന്നു. അവൻ ഒരു സിമ്പിൾ ടീഷർട്ടും ഷോർട്സുമാണ്. നല്ല തിളങ്ങുന്ന കണ്ണുകൾ, നല്ല പ്രസരിപ്പുള്ള മുഖം, ബോഡി ഒന്ന് ഒതുങ്ങി നല്ല ഫിറ്റായിട്ടുണ്ട്. ചെക്കൻ നല്ല ചുള്ളനായിട്ടുണ്ട്. അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. ഞാൻ ഒന്നുമില്ലെന്ന് ചുമൽ കോച്ചി പുഞ്ചിരിച്ചു. നന്ദൂട്ടി, ഫുഡ് കഴിക്കണോ ഇപ്പോൾ? ഏയ് വേണ്ടടാ, നമ്മൾ എന്തായാലും 8:30 ആകുമ്പോൾ എത്തുമല്ലോ. നിനക്ക് വിശക്കുന്നുണ്ടോ? ഏയ് ഇല്ലടി, നമുക്കവിടെ എത്തിയിട്ട് കഴിക്കാം. ഞങ്ങൾ വണ്ടി എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വയനാടിൻ്റെ പച്ചപ്പിലേക്കും കുളിർമയിലേക്കും കടന്നു. ഞാൻ ഗ്ലാസ് താഴ്ത്തി. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ഞാൻ ആ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചിരുന്നു. ഞാൻ അവനെ നോക്കി. അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. ഡാ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. എന്നാ റിസൾട്ട് വരുന്നേ? 25ന്. 4 ദിവസം കൂടിയേ ഉള്ളല്ലോ. ടെൻഷനുണ്ടോ? കുറച്ച്. ടെൻഷൻ വേണ്ടടാ, ഇത്തവണ പാസ്സാകും. ഞാൻ അവൻ്റെ തുടയിൽ തട്ടി. നിൻ്റെ നാവ് പൊന്നാവട്ടെ. പാസ്സായാൽ എന്താ നീ ഗിഫ്റ്റ് തരിക? അവൻ CA ഇൻ്റർ പാസ്സായപ്പോഴാണ് ഞാൻ ബുള്ളറ്റ് വാങ്ങിക്കൊടുത്തത്. ഇത്തവണ എന്തു കൊടുക്കും? പാസ്സായാൽ അവൻ്റെ ലൈഫ് സെറ്റാണ്. ഈശ്വര, പാസ്സായാൽ മതിയായിരുന്നു. നിനക്കെന്താ വേണ്ടേ? നീ എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ് നന്ദൂട്ടി. സ്നേഹം കൂടുമ്പോഴാണ് അവൻ നന്ദൂട്ടി എന്ന് വിളിക്കുന്നത്. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും, ഓക്കെ? ശരിക്കും? അവൻ റോഡിൽ നിന്നും കണ്ണെടുത്ത് എന്നെ നോക്കി. എന്നാലൊരു ഐറ്റം ഉണ്ട്, ഞാൻ റിസൾട്ട് വന്നിട്ട് പറയാം. അവൻ കണ്ണിറുക്കി. എന്താടാ? ഞാൻ ആങ്സൈറ്റിയോടെ ചോദിച്ചു. അതൊക്കെയുണ്ട്, റിസൾട്ട് വരട്ടെ, പറയാം. പോടാ, നിനക്ക് വലിയ പോസാണെങ്കിൽ പറയണ്ട. ഞാൻ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ഡീ ചക്കരെ, അപ്പോഴേക്കും പിണങ്ങിയോ? ദേ, നമ്മൾ എത്താറായി. 10 മിനിറ്റ്. ഞാൻ അവനെ കൗതുകത്തോടെ നോക്കി. അവൻ സാധാരണ അങ്ങനെ വിളിക്കാറില്ല. എല്ലാ സഹോദരങ്ങളെ പോലെ വാടാ പോടാ ബന്ധമായിരുന്നു ഞങ്ങളുടെ ഇടയിലും. പക്ഷേ ഇപ്പോൾ ഞാൻ ഡൗൺ ആണെന്ന് അവനറിയാം. അവൻ്റെ സ്നേഹം അറിയാതെ പുറത്തു വരുന്നതാണ്. അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി, എനിക്കിങ്ങനെ മെൻ്റൽ സപ്പോർട്ട് തരുന്നതിന്. ഞാൻ പുറത്തേക്ക് നോക്കി. ഇപ്പോൾ വൻ മരങ്ങൾക്കിടയിൽ കൂടിയാണ് വണ്ടി പോകുന്നത്. വനം പോലെയുണ്ട്. അപ്പോഴുണ്ട് ഫോൺ റിങ് ചെയ്യുന്നു. അമ്മയാണ്. എത്തിയോ എന്നറിയാനാവും. ആ അമ്മേ, ഞങ്ങൾ എത്താറായി. 10 മിനിറ്റ്. ആ മോളെ, ലേറ്റായോ? ഇല്ലമ്മ, ഞങ്ങളിടയ്ക്ക് നിർത്തി ചായ കുടിച്ചു. പതിയെ വന്നത്. ആ മോളോ? ഓക്കെ. അമ്മ ഫോൺ വെച്ചു. ഡാ, നമ്മൾ കൊച്ചിയിലാണ്, മറക്കരുത് കേട്ടോ. അമ്മ വിളിക്കുമ്പോൾ അതെപ്പോഴും ഓർത്തോണം. ഓക്കെ ഡി. ഞങ്ങൾ എത്തുമ്പോൾ 8:45. നല്ല പച്ച തുരുത്താണ്. മനോഹരമായ അന്തരീക്ഷമാണ്. കാടിൻ്റെ വന്യമായ നിശബ്ദത, അതിനുള്ളിൽ കിളികളുടെ ചിലമ്പൽ. സ്റ്റാഫ് വന്ന് ലഗേജ് എല്ലാം എടുത്തു. ഡാ, ID കൊടുക്കണോ? എൻ്റേത് ബാഗിലാണ്. ചിലപ്പോൾ വേണ്ടായിരിക്കും, അവർ ബില്ല് തരുന്നില്ലല്ലോ. കുഴപ്പമില്ല, എൻ്റെ ID കൊടുത്തോളാം. റിസപ്ഷനിലെ പെൺകുട്ടി ഞങ്ങളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു റിസോർട്ട്. നല്ല പൊളൈറ്റായുള്ള ഹൃദ്യമായുള്ള സ്വീകരണമാണ്. നല്ല ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫാണ്. നന്ദു അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ സോഫയിലിരുന്നു. അവരുടെ ബ്രോഷേഴ്സൊക്കെ കിടപ്പുണ്ട്. ഞാനതെടുത്ത് നോക്കി. വിവിധ പാക്കേജ് ഡീറ്റെയിൽസാണ്. ഫാമിലി, കപ്പിൾ, ഹണിമൂൺ പാക്കേജുകളൊക്കെ ഉണ്ട്. നന്ദു എൻ്റെ അടുത്ത് വന്നിരുന്നു. റൂം കീ ഇപ്പോൾ തരും. അവൻ്റെ മുഖത്തൊരു ചമ്മിയ ചിരി. എന്താടാ? അവൻ ചമ്മിച്ചിരിച്ചു. ഡീ, അവർ കരുതി നമ്മൾ കപ്പിൾസ് ആണെന്ന്. എന്നോട് ഹണിമൂൺ പാക്കേജ് ഉണ്ടെന്ന്. ഞാനും ഒന്ന് ചമ്മി. നമ്മളെ കണ്ട് ലവേഴ്സ് കറങ്ങാൻ വന്നതാണെന്ന് കരുതി കാണും. നീ എന്ത് പറഞ്ഞു? ഞാൻ മാനേജറെ കാണണമെന്ന് പറഞ്ഞു. മാനേജരോട് ശ്യാം സംസാരിച്ചത്. അപ്പോഴേക്കും മാനേജർ സന്തോഷേട്ടൻ വന്നു. അല്പം പ്രായമുള്ള മനുഷ്യനാണ്. ആ മോനെ, ശ്യാം വിളിച്ചിരുന്നു. ഡബിൾ റൂം അല്ലേ? അതെ ചേട്ടാ. ഓക്കെ മോനെ, ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ട് റൂംസ് ഉണ്ട്. പിന്നെ പാക്കേജായി എടുക്കുവാണെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്താ ചേട്ടാ? ഹണിമൂൺ പാക്കേജ് എടുക്കുവാണെങ്കിൽ സ്പാ, ട്രക്കിംഗ് ഒക്കെ ഫ്രീ ആയി കിട്ടും.
ഓ, ഇങ്ങേരെ ഞങ്ങൾ കപ്പിൾസ് ആണെന്നാണ് കരുതിയത്. ശ്യാമിനോട് ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവനും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ചേട്ടാ, ഞങ്ങൾ നന്ദു തിരുത്താനൊരുങ്ങിയപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി. എങ്ങനെ അങ്കിൾ അതിൻ്റെ താരിഫ്സ്? നന്ദുവിന് മനസ്സിലായി. കപ്പിൾസ് ആണെന്ന് പറഞ്ഞാൽ നല്ല പാക്കേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. വെറുതെ എന്തിനാ അത് കളയുന്നത്? അതുമൂലെ 5 ദിവസത്തെ പാക്കേജാണ്. 30,000 ആണ് നോർമൽ റേറ്റ്. ഞാൻ 50% ഡിസ്കൗണ്ട് ഇട്ട് തരാം. പിന്നെ ബില്ല് വേണ്ടല്ലോ അല്ലേ? പിന്നെ സ്പാ സർവീസ് 3 തവണ ഫ്രീ ആയി ഉപയോഗിക്കാം. പിന്നെ കപ്പിൾസ് മസാജ് ഉണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ആയി ഒരു സ്പെഷ്യൽ ഡിന്നറുണ്ട്. പിന്നെ ഫ്രീ ആയി ട്രെക്കിംഗ് ഉണ്ട്. നിങ്ങൾ 4-5 ദിവസം ഉണ്ടെങ്കിൽ പാക്കേജ് എടുക്കുന്നതാവും മോളെ നല്ലത്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ അങ്കിൾ. ഓക്കെ മോളെ. സന്തോഷേട്ടൻ റിസപ്ഷൻ അടുത്തേക്ക് പോയി. ഞാൻ നന്ദുവിനെ വിളിച്ചു. സോഫയിലിരുന്നു. കേട്ടിടത്തോളം കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താ ചെയ്യണ്ടേ? എന്നാ പാക്കേജ് എടുക്കാടി, അതാ നല്ലത്. വെറുതെ പൈസ കളയണ്ടല്ലോ. കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറേ സംഭവങ്ങൾ ഫ്രീ ഉണ്ടല്ലോ. ശ്യാമിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ? ഏയ്, ഇവിടെ റൂംസ് എല്ലാം ഫ്രീ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. അതല്ല, നമ്മൾ കപ്പിൾസ് ആണെന്ന് പറഞ്ഞ് റൂം എടുത്താൽ അവനത് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അറിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. എന്നാൽ അങ്ങനെ പറയാം. പിന്നെ ID കാർഡ് ചോദിച്ചാലോ? അവർക്ക് മനസ്സിലാവില്ലേ? നോക്കാം, വാ. ഞങ്ങൾ റിസപ്ഷൻ അടുത്തേക്ക് ചെന്നു. ഓക്കെ അങ്കിൾ, ഞങ്ങൾ പാക്കേജ് എടുത്തോളാം. ഓക്കെ മോനെ, ഞാൻ ഞങ്ങളുടെ സ്പെഷ്യൽ റൂം തന്നെ തരാം. സാധാരണ VIP ഗസ്റ്റിന് കൊടുക്കാറുള്ളതാ. താങ്ക് യു അങ്കിൾ. ഭാഗ്യം അവർ നന്ദുവിൻ്റെ ID കാർഡേ ചോദിച്ചുള്ളൂ. പിന്നെ ശ്യാമിൻ്റെ റെഫറൻസിൽ വന്നതാണല്ലോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഓ മൈ ഗോഡ്, ഞാൻ വായ പൊളിച്ച് നിന്നുപോയി. കിടിലൻ റൂം, നല്ല വലിപ്പമുണ്ട്. കിങ് സൈസ് ബെഡ്, ഹൈ എൻഡ് ഫർണിഷിങ്, ഒരു സൈഡ് ബാൽക്കണി ഉൾപ്പെടെ പുറത്തേക്കുള്ള വ്യൂ കിട്ടും. ദേ നോക്കിക്കേ, ജക്കൂസി. അതും അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്നത് പോലെയാണ്. ഇളം ചൂടുവെള്ളം ഫില്ല് ചെയ്ത് കയറിക്കിടന്നാൽ കിടിലൻ ഫീലായിരിക്കും. സൂപ്പർ. അവനും നല്ല ഇംപ്രസ്ഡ് ആയി എന്ന് മനസ്സിലായി. ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. എൻ്റെ മോനെ, എന്താ സീൻ! മരങ്ങൾക്കിടയിലേക്ക്, ആ പച്ചപ്പിലേക്ക്, ആ മനോഹരമായ കാടിൻ്റെ മർമരങ്ങളിലേക്ക് ഒരു ജാലകം. കിടിലൻ പ്ലേസ് അല്ലേ? നന്ദുവിനും ഇഷ്ടപ്പെട്ടു. സൂപ്പർ സെലക്ഷൻ ഡാ. താങ്ക് യു ഡാ. ഞാൻ അവനെ ഹഗ് ചെയ്യാനായി കരങ്ങൾ വിരിച്ചു. അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കരവലയത്തിൽ അവൻ്റെ ചൂടേറ്റ് ഞാൻ നിന്നു. നല്ല രസമുണ്ട്. ആ തണുപ്പത്ത് അവൻ്റെ ശരീരത്തിൻ്റെ ഇളം ചൂട് ആസ്വദിച്ച് നിൽക്കാൻ നല്ല രസം. ഞങ്ങൾ അല്പനേരം അങ്ങനെ നിന്നു. അമ്മയൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാൻ പോകാം. ഓക്കെ ഡി. അമ്മയെ വിളിച്ചിട്ട് ഞാൻ ഫോൺ വെച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം വിളിച്ചാൽ മതി. ഞാൻ ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി. നല്ല വലിപ്പമുണ്ട്. വലിയ ബാത്ത് ടബ്, വലിയ മിറർ, ശരിക്കും ലക്ഷൂറിയസ് സെറ്റപ്പ്. ഞാൻ ഡോർ ലോക്ക് ചെയ്തു. ടീഷർട്ട് ഊരി ജീൻസും. ആ വലിയ മിററിന് മുമ്പിൽ ഞാൻ എൻ്റെ സുന്ദരമായ മേനിയിലേക്ക് നോക്കി നിന്നു. ആ ഫുൾ വ്യൂ അങ്ങനെ കാണാം. പൊടിക്ക് വണ്ണം കൂടിയോ? വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ബ്രഷ് ചെയ്തിട്ട് മുഖം കഴുകി. അവൾ അങ്ങനെ ഷവറിന് കീഴിലേക്ക് കയറി നിന്നു. ഹോട്ട് വാട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇളം ചൂടുവെള്ളം അവളുടെ തണുത്ത മേനിയെ നനച്ചു. ആ ഇളം ചൂടുവെള്ളം അവളുടെ തളിർമേനിയെ നനച്ചു. താഴേക്കൊഴുകി. അവൾ അത് ആസ്വദിച്ച് കുറേ നേരം നിന്നു. നല്ല സുഖമായി. അവൾ ടവലെടുത്ത് മുടി തുവർത്തി ദേഹം നന്നായി തുടച്ചു. ഷിറ്റ്, ഇടാനുള്ള ടീഷർട്ട്, ഷോർട്സ്, ഇന്നേഴ്സ് ഒന്നും എടുത്തില്ല. വീട്ടിലെ ഓർമ്മയിൽ ചാടി കയറിയതാണ്. അവനോട് ചോദിക്കാം. അവൾ ടവലെടുത്ത് വലിച്ചു കെട്ടി. കണ്ണാടിയിലേക്ക് നോക്കി അവൾക്ക് ചമ്മൽ തോന്നി. നനഞ്ഞ മുടിയിഴകൾ. ബാത്ത് ടവലല്ലേ, ശരീരം മുഴുവനായി മറയുന്നില്ല. അവളുടെ അങ്കലാവണ്യത്തിൽ അവൾക്ക് തന്നെ അഭിമാനം തോന്നി. ഈ കോലത്തിൽ അവൻ്റെ മുമ്പിൽ എന്തും വരട്ടെ. അവൾ ഡോർ പതിയെ തുറന്നു. അവൾ തല മാത്രം പുറത്തേക്കിട്ടു. ഇറങ്ങിയോ? എന്നാൽ ഞാൻ ഫ്രഷായി വരാം.
അവൻ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് വന്നു. ഡാ അതല്ല, ഞാൻ ഡ്രസ്സ് എടുക്കാതെയാണ് കയറിയത്, നീ ഒന്ന് എടുത്തു തരുമോ? ചോദിച്ചു കഴിഞ്ഞാണ് ഓർത്തത് അവനെ കൊണ്ട് എങ്ങനെ എല്ലാ ഡ്രസ്സും എടുപ്പിക്കും. ഏത് ബാഗിലാ? ഡാ ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തു തരാടി. അതല്ലടാ, എല്ലാം എടുക്കാനുണ്ട്, ഞാൻ ചമ്മലോടെ പറഞ്ഞു. അവന് മനസ്സിലായി. ഓക്കെ ഡി, നീ എന്നാ ഇറങ്ങിക്കോ, ഞാൻ ഫ്രഷായി വരാം. വേറെ വഴിയില്ല. ഞാൻ ചമ്മലോടെ പുറത്തേക്കിറങ്ങി. ഞാൻ ചമ്മലോടെ അവനെ പാളി നോക്കി. അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അവൻ വാഷ്റൂമിലേക്ക് കയറി. സൂപ്പർ, അവൻ്റെ ആത്മകഥ ഞാൻ കേട്ടു. അതിനുള്ളിലെ സൗകര്യങ്ങളിൽ അവൻ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ബാഗ് തുറന്നു, ടീഷർട്ട് എടുത്തു, ഷോർട്ട്സും, പിന്നെ വേണ്ടതെല്ലാം. റൂമിന് നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കോർണറിലേക്ക് മാറി നിന്നു. അവൻ പെട്ടെന്ന് ഇറങ്ങിയാൽ കാണരുതല്ലോ. പെട്ടെന്ന് പാൻറ് വലിച്ച് കയറ്റി ഷോർട്ട്സും ഇട്ടു. ബ്രാ ഇടണിൽ ടവൽ താഴ്ത്തണം. അവനെങ്ങാനും ഇറങ്ങി വന്നാൽ. ഞാൻ വാഷ്റൂം സൈഡിലേക്ക് പാളി നോക്കി. അവൻ ഉടനെ ഇറങ്ങില്ല. ഞാൻ ടീഷർട്ട് എടുത്ത് അടുത്തേക്ക് വെച്ചു, വേണ്ടതെടുത്ത് കൈകളിലേക്കിട്ടു. എൻ്റെ ചങ്കിടിപ്പ് ഉയർന്നു. വാഷ്റൂം സൈഡിലേക്ക് പാളി നോക്കിക്കൊണ്ട് പെട്ടെന്ന് ടീഷർട്ട് എടുത്തിട്ടു. ഞാൻ ബെഡിലേക്ക് മലർന്നു വീണു. ആശ്വാസം. ഇന്ന് എന്തൊക്കെയാവും പ്രോഗ്രാംസ്? അവൾ ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിച്ചു. യെസ് മാഡം, റിയയാണ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? റിയ, ഇത് 309 നിന്നാണ്. പറയൂ മാഡം. റിയ, ഞങ്ങളുടെ പാക്കേജിൽ ഇന്ന് എങ്ങനെയാണ് പ്രോഗ്രാംസ്? മാഡം, ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് എല്ലാ ദിവസവും. റെസ്റ്റോറൻറ്റിൽ ബുഫേ ആണ്. ഓർഡർ കൊടുത്താൽ റൂമിൽ വേണമെങ്കിലും സെർവ് ചെയ്യും. മാഡം ഫ്രീ ആണെങ്കിൽ ഞാൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? യെസ്, പ്ലീസ് കം. അല്പം കഴിഞ്ഞപ്പോൾ റിയ വന്ന് ഡോറിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഗുഡ് മോർണിംഗ് മാഡം. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് റിയ. ആളൊരു സുന്ദരി കുട്ടിയാണ്. നന്നായി സാരി ഉടുത്തിരിക്കുന്നു. റിയ അകത്ത് വന്നു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ട്രെക്കിംഗ് 2 നേരം ഉണ്ട്, പിന്നെ വാക്ക് വേ ഉണ്ട്, സ്പാ സർവീസ് ഉണ്ട്, കപ്പിൾസ് ആയതുകൊണ്ട് ഒരുമിച്ചുള്ള മസാജ് ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട് കപ്പിൾസിന്. അത് നമ്മൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം സെറ്റ് ചെയ്ത് തരും. ഇവരുടെ മുമ്പിൽ ഞങ്ങൾ കപ്പിൾസ് ആണല്ലോ. അല്ലെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ റിയ, താങ്ക് യു. ഞാൻ നന്ദുവിനോടൊന്ന് ഡിസ്കസ് ചെയ്ത് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ റിയയെ പറഞ്ഞയച്ചു. അല്പം കഴിഞ്ഞ് നന്ദു വാഷ്റൂം തുറന്നിറങ്ങി. നല്ല തണുപ്പ്. ഡാ, ഹോട്ട് വാട്ടർ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും തണുക്കുന്നുണ്ട്. അവൻ ഷോർട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ടീഷർട്ട് തോളിൽ കൂടി ഇട്ടിട്ടുണ്ട്. ഡാ, വാഷ് ചെയ്യാനുള്ളതാണെങ്കിൽ അകത്തിട്ടോളൂ, അവർ വാഷ് ചെയ്തോളും. അവൻ തിരിഞ്ഞ് അകത്ത് കയറി ടീഷർട്ട് അകത്തിട്ടിട്ട് വന്നു. എന്നാ പോയാലോ കഴിക്കാൻ? പോയേക്കാം. എൻ്റെ കണ്ണുകൾ അവൻ്റെ മനോഹരമായ ഒതുങ്ങിയ ബോഡിയിലായിരുന്നു. അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ നല്ല ഒരുങ്ങിയ മനോഹരമായ ശരീരം. കിടുവാണ് ഞാൻ വിചാരിച്ചു. ഒന്നുമില്ല, ടീഷർട്ടൊക്കെ ഇട്ട് നടന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ വല്ല പെമ്പിള്ളേരും കണ്ണ് വയ്ക്കും. ഞാനൊന്ന് പുകഴ്ത്തി. അവനത് സുഖിച്ചു. ചേഞ്ചസ് ഉണ്ടോടി? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു. ഹോട്ട് ലുക്ക് എന്ന് പറയാൻ എൻ്റെ നാവ് തരിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഡാ, ഒരുപാട് മസിൽ പെരുപ്പിക്കണ്ട കേട്ടോ, ഇങ്ങനെ സ്ലിമ്മായി ഇരിക്കുന്നതാണ് നിനക്ക് ഭംഗി. അത്രേ ഉള്ളടി, ഞാൻ ഫിറ്റ്നസ്സാണ് നോക്കുന്നത്, മസിൽ പെരുപ്പിക്കാനൊന്നും പോകുന്നില്ല. എന്നാ പോയാലോ? അവൻ തിരിഞ്ഞ് വേറെ ഒരു ടീഷർട്ട് എടുത്തിട്ടു. ചുള്ളനായിട്ടുണ്ട്. ഞാൻ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ബുഫേ ആയിരുന്നു. നല്ല ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാറും പിന്നെ 2-3 വെറൈറ്റി ചട്നിയും. അവൻ ഇടിയപ്പമാണ് എടുത്തത്, കൂടെ ചിക്കൻ സ്റ്റൂവും. കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. ഞാൻ ഇഡ്ഡലി പെട്ടെന്ന് കഴിച്ചു. ഒരു ഇഡ്ഡലി അവൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കണ്ണിറുക്കി. ഇത് നീ കഴിച്ചോ? ഞാൻ പോയി ഇടിയപ്പം എടുത്തു, കൂടെ സ്റ്റൂവും. ഞാൻ വയറ് നിറയെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ താഴെ റിസപ്ഷനിലേക്ക് നടന്നു. അവിടെ റിയ ഉണ്ടായിരുന്നു, കൂടെ ഒരു പയ്യനും. ഹായ് മാഡം. റിയ ഞങ്ങളെ കണ്ട് ചിരിച്ച് വിഷ് ചെയ്തു.
ഹായ് റിയ, വാക്ക് വേ എവിടെയാണ്? റിയ ഞങ്ങൾക്കൊക്കെ പുറത്തേക്ക് വന്നു. ദാ അവിടെ നിന്നാണ് മാഡം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഞാനും നന്ദുവും കൂടി ആ വഴിത്താരയിലേക്ക് ഇറങ്ങി. ഓഹ്, എന്താ അറ്റ്മോസ്ഫിയർ! നല്ല തണുപ്പുണ്ട്. ശരിക്കും വനത്തിന് നടുവിൽ കൂടി നടക്കുന്ന പ്രതീതി. ഓ സ്വെറ്റർ വല്ലതും എടുക്കേണ്ടതായിരുന്നു. നല്ല തണുപ്പ്. ശരിക്കും ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ ആ മനോഹരമായ പ്രകൃതിയിൽ ശരിക്കും അലിഞ്ഞുപോയി. ഞങ്ങൾ കുറച്ചുള്ളിലേക്ക് നടന്നു. ഞാൻ അവൻ്റെ കൈ കോർത്തു പിടിച്ചു. അവനോട് കളിച്ചിരി തമാശകളൊക്കെ പറഞ്ഞു. ഞാൻ ശരിക്കും റിലാക്സ്ഡായി. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നന്ദു എൻ്റെ കയ്യിൽ പിടിച്ചു. ഡീ, എന്നാൽ തിരിച്ച് നടന്നാലോ? എന്താ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. നല്ല എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അവൻ കുറച്ച് മുന്നോട്ട് കണ്ണ് കാണിച്ചു. നോക്കുമ്പോൾ അവിടെ ഒരു കപ്പിൾസ് വഴിത്താരയുടെ സൈഡിൽ ഹക്ക് ചെയ്ത് കിസ്സടിച്ച് നിൽക്കുന്നു. ഞങ്ങൾ ചെന്നതൊന്നും അവരറിഞ്ഞിട്ടില്ല. രണ്ടുപേരും നല്ല ആസ്വദിച്ച് ആ ചുംബനത്തിൽ മുഴുകി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം? ഞാനൊന്ന് ആലോചിച്ചു. തിരിച്ച് നടന്നാലോ? അത് വേണ്ട, നല്ല എൻജോയ് ചെയ്ത് വരുമായിരുന്നു. മുന്നോട്ട് നടക്കാം. ഞാൻ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു. ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. മുമ്പോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് നടന്ന് ഞാൻ തിരികെ നോക്കി. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. നല്ല എൻജോയ് ചെയ്ത് കണ്ണടച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. ഞാൻ നന്ദുവിനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. കണ്ടു പഠിച്ചോ, നമ്മൾ വന്നതുപോലും അവരറിഞ്ഞിട്ടില്ല. നന്ദു ചിരിച്ചു. ഡീ, ഹണിമൂണാവും. ആക്രാന്തം കണ്ടിട്ട് ലവേഴ്സാണെന്ന് തോന്നുന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി. അതെന്താ? അവൻ കൗതുകത്തോടെ ചോദിച്ചു. കള്ളൻ, അറിയാഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ ടോപ്പിക് ഇടുവാണ്. അത് ലൈസൻസ് ഇല്ലാത്തപ്പോൾ ത്രില്ല് കൂടുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ അവനെ നോക്കി ചമ്മലോടെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് അവൾ വീണ്ടും ചമ്മി. അവളുടെ മുഖം ചുവന്നു. എന്തൊക്കെയോ അവനോട് പറയുന്നേ. അവൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന എൻ്റെ കൈ അവൻ്റെ കയ്യിൽ ഉരസി. ആ തണുപ്പും ആ റൊമാൻസ് സീനും എൻ്റെ മേലാകെ കുളിരായി. അവൻ്റെ ചൂട് പറ്റി അവനെ മുട്ടി ഉരുമി ഞാൻ മുമ്പോട്ട് നടന്നു. വാക്ക് വേയുടെ അവസാനം. എൻ്റെ മോനെ, എന്താ വ്യൂ! കിടിലം മലയടിവാരം. അവിടെ കമ്പി കിട്ടി തിരിച്ചിട്ടുണ്ട്. കുറേ അകലെ അടുത്ത മല കാണാം. പ്രഭാതത്തിൻ്റെ സൂര്യകിരണങ്ങൾ ഏറ്റ് തിളങ്ങി. സൂപ്പർ! കണ്ടോ, നമ്മൾ തിരിച്ചു പോയിരുന്നെങ്കിലോ? വ്യൂ പോയിൻറ്റിന് അഭിമുഖമായി അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കിടിലൻ ഫോട്ടോ പോയിൻ്റാണത്. ഞങ്ങൾ അവിടെ ഇരുന്നു അല്പനേരം. ഞാൻ ശരിക്കും റിലാക്സ്ഡായി. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ, ആ പച്ചപ്പിന് നടുവിൽ ഞങ്ങൾ മാത്രം. വാടി, ഫോട്ടോസ് എടുക്കാം. അവൻ ഫോൺ എനിക്ക് നീട്ടി. അവൻ നല്ല കിടിലൻ പോസ് തന്നു. ഞാൻ നല്ല കിടിലൻ ഫോട്ടോസ് എടുത്തു കൊടുത്തു. സൂപ്പർ! അവൻ കൈ നീട്ടി. വാടി, ഒരു സെൽഫി എടുക്കാം. ഞാൻ സന്തോഷത്തോടെ ആ കൈ പിടിച്ചു. പിന്നെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിന്ന് കുറേ സെൽഫി എടുത്തു. ഞാൻ ഫോൺ വാങ്ങി നോക്കി. സൂപ്പർബ്! കിടിലൻ ഫോട്ടോസ് ആയിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടും. അപ്പോൾ ദാ വരുന്നു നമ്മുടെ ഹീറോസ്. അവിടെ റൊമാൻസ് അടിച്ചു നിന്ന കപ്പിൾസ്. അവർ ഞങ്ങളെ കണ്ട് ചിരിച്ചു. ആ ഗേൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഹായ്. ഞാനൊരു ഷെയ്ക്ക് ഹാൻഡിന് കൈ നീട്ടി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ കൈ പിടിച്ചു കുലുക്കി. പ്രിയ. ഞാൻ എന്നെയും പരിചയപ്പെടുത്തി. അളക. എന്തോ അളകനന്ദയിൽ അളക മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് അവരും തൽക്കാലം അറിയണ്ട. ബ്യൂട്ടിഫുൾ നെയിം. പ്രിയ പുഞ്ചിരിച്ചു. നന്ദുവിനെയും പരിചയപ്പെടുത്തി. ഫ്രണ്ട് എന്ന് പറഞ്ഞു. പ്രിയ കൂടെയുള്ള ആളെയും പരിചയപ്പെടുത്തി. കാർത്തിക് ഫ്രണ്ടാണ്. കൊള്ളാലോ. രണ്ടും കൂടി കറങ്ങാനിറങ്ങിയതാണ്. ഞാൻ കരുതി ഒരു ഫോട്ടോ എടുത്തു തരുമോ? പ്രിയ റിക്വസ്റ്റ് ചെയ്തു. പിന്നെന്താ. നന്ദു ഫോൺ വാങ്ങി അവർക്ക് ഫോട്ടോസ് എടുത്തു കൊടുത്തു. ഫോൺ കൊടുത്തു. ബൈ പറഞ്ഞ് അവരെ തനിയെ വിട്ടു. ഞങ്ങൾ തിരിച്ചു നടന്നു. സൂപ്പർ പ്ലേസ് അല്ലേടാ? കിടിലൻ ആംബിയൻസ്. അവനും ഇംപ്രസ്ഡാണ്. കണ്ടോ, ആ ചെക്കൻ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് കറങ്ങാൻ വന്നിരിക്കുന്നത്. കണ്ടു പഠിച്ചോ? ഞാൻ അവനെ ടീസ് ചെയ്തു. ഞാനും വന്നിരിക്കുന്നത് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ആണല്ലോ, അതും ഹണിമൂൺ പാക്കേജിൽ. അവൻ കണ്ണിറുക്കി. ഇപ്പോൾ ഞാൻ ചമ്മി. എന്നാടാ റിസൾട്ട്? ഞാൻ വിഷയം മാറ്റാൻ ചോദിച്ചു. 25-ന് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം അല്ലേ?
അപ്പോൾ നമ്മൾ അതും സെലിബ്രേറ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ഉള്ളാലെ പ്രാർത്ഥിച്ചു അവൻ ആ എക്സാം ക്ലിയർ ചെയ്യാൻ. ഞാൻ അവൻ്റെ കൈ കോർത്ത് പിടിച്ച് മുമ്പോട്ട് നടന്നു. നന്ദു വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാതെയാണ് നന്ദയുടെ ഒപ്പം ഇറങ്ങി വന്നത്. എക്സാം കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴാണ് നന്ദയുടെ കോൾ വന്നത്. അവളുടെ സ്വരം കേട്ടപ്പോഴേ നന്ദുവിന് മനസ്സിലായിരുന്നു എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. ഈ ലോകത്ത് നന്ദുവിന് ഏറ്റവും അടുപ്പം നന്ദയോടാണ്, ഏറ്റവും ഇഷ്ടവും. അവന് ജീവനാണ് നന്ദ. അതുപോലെ അവനെ ഏറ്റവും മനസ്സിലാക്കുന്നത് നന്ദയ്ക്കാണ്. അവൻ്റെ മുഖം വായിക്കാൻ അവൾക്കറിയാം. അതുപോലെ തന്നെ തിരിച്ചും. എപ്പോഴും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളായിരുന്നു. അവൻ്റെ സപ്പോർട്ടറും അവൻ്റെ വഴികാട്ടിയും എല്ലാം. അവൾക്ക് ജോലി കിട്ടിയതിന് ശേഷം അവൻ ഒരിക്കലും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അവൻ ചോദിക്കാതെ തന്നെ അവൾ ഇഷ്ടം പോലെ പോക്കറ്റ് മണി കൊടുക്കുമായിരുന്നു എപ്പോഴും. അതിനെപ്പോഴും അമ്മ ചീത്ത വിളിക്കും. അതുകൊണ്ട് തന്നെ അവൾക്കൊരു വിഷമം വന്നാൽ അവന് സഹിക്കില്ല. അതാണ് അവൾ വിളിച്ചപ്പോൾ ഒന്നും നോക്കാതെ അവൻ ഇറങ്ങിപ്പോകുന്നത്. അവൾ ഓക്കെ ആവുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അവന് നന്ദ ഒരു റോൾ മോഡലായിരുന്നു എപ്പോഴും, ജീവിതത്തിലെ എല്ലാ സ്റ്റേജിലും. ചെറിയ പ്രായത്തിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത അവൻ്റെ ചേച്ചി, അവൻ്റെ കളിക്കൂട്ടുകാരി, പഠനത്തിൽ സഹായിച്ച ടീച്ചർ, എപ്പോഴും അവൻ്റെ ഭാഗം പറയുന്നവൾ, അവനെ സപ്പോർട്ട് ചെയ്യുന്നവൾ, അവൻ്റെ എല്ലാം. പിന്നെ അരുതാത്തതാണെങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിൽ അവൻ്റെ സങ്കല്പത്തിലെ കാമുകിക്കും അവളുടെ രൂപമായിരുന്നു. കാരണം അവളെ പോലൊരു സുന്ദരിയായൊരു പെണ്ണിനെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഉള്ളിലെ പുരുഷ കാമനകൾ ഉണരുന്ന പ്രായത്തിൽ അവന് സ്ട്രോങ് ആയൊരു ഇൻഫാക്ച്വേഷൻ ഉണ്ടായിരുന്നു അവളോട്. ആ പ്രായത്തിൽ അവൻ്റെ കളിക്കൂട്ടുകാരി അവളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമിച്ചിടപഴകി അറിയാതെ ഒരു ആകർഷണം വളർന്നു വന്നു. അരുത് എന്ന് മനസ്സിനെ വിലക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൻ്റെ മനസ്സ് കുസൃതി കാണിക്കുമായിരുന്നു. അവളുടെ അഴകളവുകളിലേക്ക് അറിയാതെ കണ്ണു പോകുമായിരുന്നു. പിന്നെ പ്രായത്തിൻ്റെ കുരുത്തക്കേടുകളൊക്കെ ചെയ്തു തുടങ്ങുന്ന പ്രായത്തിൽ അറിയാതെ നന്ദയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വരും. അതങ്ങനെയാണല്ലോ, വിലക്കപ്പെട്ട കനിക്കാണല്ലോ മധുരം കൂടുക. ഒരു ഘട്ടത്തിൽ അവൾക്കും അത് മനസ്സിലായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ അഴകളവുകൾ ആസ്വദിക്കുന്നത്. പക്ഷേ അവൾ അത് നന്നായി ഡീൽ ചെയ്തു. അതവൻ്റെ പ്രായത്തിൻ്റെ ചാബല്യമാണെന്ന് മനസ്സിലാക്കി. അവൾ പിന്നെ ശ്രദ്ധിച്ചു പെരുമാറി തുടങ്ങി. വീടിനുള്ളിലും ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ കുറച്ചുകൂടി പ്രായമായപ്പോൾ തിരിച്ചറിവ് വന്നപ്പോൾ അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്തു തുടങ്ങി. പിന്നെ അവൾ ജോലിക്ക് വേണ്ടി ബാംഗ്ലൂർ പോയപ്പോൾ പിന്നെ വല്ലപ്പോഴുമേ തമ്മിൽ കാണുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നന്ദയാണ്. ആ നന്ദയാണ് അവൻ്റെ കൈ പിടിച്ച് മുട്ടി ഉരുമി ഇപ്പോൾ കൂടെ നടക്കുന്നത്. അവനിൽ കുളിരുണർത്തിക്കൊണ്ട് അവളുടെ ശരീരം അവൻ്റെ കയ്യിൽ പതിയെ അമരുന്നുണ്ട്. ഒരാഴ്ച അവർ തനിച്ചാണ് ഈ റിസോർട്ടിൽ. എന്തൊക്കെയാവും സംഭവിക്കുക? ഇന്ന് രാവിലെ അവൾ വാഷ്റൂമിൽ നിന്നും ടവൽ മാത്രം ഉടുത്തിറങ്ങി വന്നപ്പോൾ ആ അംഗലൈവണ്യവും ചുരുണ്ട മുടിയിഴകളും ആ തൊടുത്ത മുഖത്തെ ചമ്മലും, നനഞ്ഞ മുടി മാറിലേക്കിട്ട് നാണത്തോടെ നടന്ന് ആ വെണ്ണക്കാലുകൾ, ആ നാണം കൊണ്ട് ചുവന്ന മുഖം, ആ കൊതിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്. ഇനിയും ഒരാഴ്ചയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും പലതും സംഭവിക്കും. ഇവിടെ വന്നപ്പോൾ ഒരു റൂമാണ് എടുത്തത്. വീട്ടിലാണെങ്കിലും അവർ അങ്ങനെ ഒരു റൂമിൽ താമസിച്ചിട്ടില്ല. പിന്നെ അവൾ ജോലിക്കായി ബാംഗ്ലൂർ പോയതിന് ശേഷം അവൾ വല്ലപ്പോഴുമേ വരാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ തന്നെ അവൾ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ശരിക്കും അവൻ്റെ ചങ്കിടിച്ചു പോയി. ഇനി ഒരാഴ്ച അവരിവിടെ തനിയെയാണ്, അതും ഒരു ഹണിമൂൺ പാക്കേജിൽ. എന്തൊക്കെയാവും സംഭവിക്കുക? ശരിക്കും ഹണിമൂണിനാണ് വന്നതെങ്കിലോ? അവൻ തൻ്റെ കയ്യിൽ തൂങ്ങി ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന സുന്ദരി പെണ്ണിനെ നോക്കി. ആ ഓർമ്മയിൽ തന്നെ അവനിൽ ഒരു വിറയൽ പടർന്നു. പക്ഷേ അവളെ വിഷമിപ്പിക്കുന്ന ഒരു ചെറിയ മൂവ് പോലും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നവൻ ഉറപ്പിച്ചിരുന്നു. കാരണം അതവൻ്റെ നന്ദയാണ്. ഈ ലോകത്ത് അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ. അവൾ അവൻ്റെ കയ്യിൽ കൈകോർത്ത് അവനെ മുട്ടിയുരുമി ചിരിച്ചുല്ലസിച്ച് നടന്നു. ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുക എന്നുള്ളത് ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ടിലാണ് ഉണ്ടാവുക. സെക്കൻഡ് പാർട്ട് ഓൾറെഡി സെറ്റാണ്.
വീഡിയോ ലെങ്ത് കൂടാതിരിക്കാനാണ് ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതൊരു ഫീൽ ഗുഡ് സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ സ്റ്റോറിയുടെ റീച്ച് നോക്കിയിട്ട് ഞാനത് ഉടനെ പോസ്റ്റ് ചെയ്യാം. റീച്ച് കുറവാണെങ്കിൽ ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ഞാനൊരു PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലാവും ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.